ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തുടർ നടപടികൾ നിർണായകമാണ്. യുവതീ പ്രവേശനത്തിന് അനുകൂലമായ മുൻ നിലപാട് തിരുത്താനാണ് സാധ്യത. മാർച്ച് 15 മുൻപ് സർക്കാർ നിലപാട് എഴുതി നൽകേണ്ട സാഹചര്യമുള്ളതിനാൽ അടുത്ത CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, തെരഞ്ഞെടുപ്പ് കാലത്തായിരിക്കും കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടാവുക. തെരഞ്ഞെടുപ്പാണ്, സമുദായ സംഘടനകളുടെ സമ്മർദ്ദമുണ്ട് ഈ വിഷയത്തിൽ. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നിർണായകമാണ്. പിന്നോട്ടാണ് എന്നുള്ള സൂചനകളാണോ ലഭ്യമാകുന്നത്? ഗുഡ് മോർണിംഗ് ശ്രുതി. കീർത്തന പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്നതിനിടയിലാണ് യുവതീ പ്രവേശന വിഷയവും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. അത് പരിഗണനയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ ഞെട്ടലുണ്ടാകുന്നത് അത് സംസ്ഥാനത്ത് ഭരിക്കുന്ന സർക്കാരിനും അതുപോലെ തന്നെ CPIMനുമാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെടുത്ത നിലപാടിന്റെ ഭാഗമായിട്ടാണ് വലിയ വിമർശനം സർക്കാരിനും CPIMനും കേൾക്കേണ്ടി വന്നതും. അത് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയത്തിന് കാരണമായി എന്ന വിലയിരുത്തൽ CPIM തന്നെ നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് തങ്ങൾ ഭക്തർക്കൊപ്പമാണ് എന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ CPIMും LDF സർക്കാരും തയ്യാറായത്. ഇപ്പോഴുള്ള ഘട്ടം ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോൾ മാർച്ച് മാസം 15 മുമ്പ് സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കണം എന്നുള്ളതാണ്. നിലവിലുള്ള നിലപാടെന്ന് പറയുന്നത് ശബരിമലയിൽ യുവതീ പ്രവേശനമാകാം എന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് ഇനിയിപ്പോൾ സ്വീകരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നേതാക്കളോടെല്ലാം സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അത് വിശ്വാസികൾക്കെതിരാവും എന്നുള്ളത് കൊണ്ടും മാത്രവുമല്ല, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് NSSന്റെ ഒരു അപ്രതീക്ഷിത ബന്ധം അത് സർക്കാരിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. NSS അതിൽ പ്രധാനമായും പറയുന്നത് നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോവുകയാണ് എന്നുള്ളതാണ് പ്രധാനമായും എന്ന് NSS പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രശംസിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ആ യുവതീ പ്രവേശനത്തിനെതിരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട 2 സമുദായ സംഘടനകളെ പിണക്കണം എന്നതിലുപരി ആ വലിയ വിഭാഗം ഭക്തർക്ക് ഈ നിലപാടിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ മറിച്ചൊരു നിലപാടിലേക്ക് പോകാനാണ്, അതായത് നിലവിലുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം വലിയ ചർച്ചയാകും കേരളത്തിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനിടയിൽ പ്രതിപക്ഷം ആ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ട് ഇതിനകം തന്നെ മുന്നോട്ടേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ശ്രുതി, കീർത്തന. ശരി, എന്തായാലും മാർച്ച് 15 ഒരു മാസമാണ് ഇനി സമയമുള്ളത്. അതിനകം സർക്കാർ വാദങ്ങൾ എഴുതി നൽകണം, നിലപാട് അറിയിക്കണം. എന്തായാലും സർക്കാരിന്റെ തുടർ നീക്കങ്ങളിലാണ് പ്രതീക്ഷ, ആകാംക്ഷയുള്ളത്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.